നമസ്കാരം. ഇത്തവണ കേരളത്തില് ബി.ജെ.പിക്ക് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ? വേണമെങ്കിൽ 2-3 സീറ്റുകൾ വേണമെങ്കിൽ ജയിക്കാം. അത് ജയിക്കുന്നത് LDFിൻ്റെയും UDFിൻ്റെയും കാണിക്കുന്ന എന്തെങ്കിലും മണ്ടത്തരത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ജയിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇവിടെ വ്യാപകമായി പറയുന്നുണ്ട് LDFും BJPയുമായി ചില ധാരണകളുണ്ടായിരുന്നു. അത് സത്യമാണെങ്കിൽ ഈ പറഞ്ഞ 2-3 സീറ്റ് BJPക്ക് ജയിക്കാൻ വേണമെങ്കിൽ. കാരണം BJP 2ാം സ്ഥാനത്ത് വന്ന 8-11 സീറ്റുകളുണ്ട് മൊത്തം. ആ സീറ്റുകൾ വേണമെങ്കിൽ കുറച്ച് മാർജിനൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ അവർക്ക് ജയിക്കാം. ആ പ്രതീക്ഷയിലാണ് BJP ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയുടെ ഐഡിയോളജി ഹിന്ദുത്വ അത് കേരളത്തിലൊട്ടും വളർന്നിട്ടില്ല. വളരാത്തതിനും വേറെ കാരണങ്ങളുണ്ട്, സാമൂഹിക ശാസ്ത്രപരമായ കാരണങ്ങൾ തന്നെയുണ്ട്. BJPയുടെ വളർച്ചയെ കേരളത്തിൽ പ്രതിരോധിച്ചിരിക്കുന്നത് കരുണാകരൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ട്. ഇവിടെ ജാതി അല്ലെങ്കിൽ മതപരമായി തിരിച്ചാൽ നായന്മാർ, ഹിന്ദു സമൂഹത്തിലെ നായന്മാർ BJPയിൽ പോകാൻ സാധ്യതയുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഈഴവരും മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂട്ടിയിരുന്ന കാലം, അതിൻ്റെ പിന്നോക്കക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂട്ടിയിരുന്ന സമയമായിരുന്നു. അപ്പോൾ കരുണാകരൻ 2 പാർട്ടി ഇവിടെ ഉണ്ടാക്കി. ഇത് നിങ്ങളൊന്നും ഓർക്കണമെന്നില്ല. ഒന്ന് SRP എന്ന് പറഞ്ഞാൽ ഈഴവർക്ക് വേണ്ടി ഒരു പാർട്ടി, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്ക് വേണ്ടി SRP ഉണ്ടാക്കി. ഈഴവർക്ക് സ്വന്തം പാർട്ടി, അവർക്ക് സ്വന്തം മന്ത്രി. അങ്ങനെ ശ്രീനിവാസൻ എന്ന ഒരാൾ ഇവിടെ കേരള മന്ത്രി വരെയായി, എക്സൈസ് മന്ത്രി വരെയായി, ജഡ്ജിയായിരുന്നു. അതുപോലെ നായന്മാർക്ക് വേണ്ടി NDP, അതിൻ്റെ ഒരാൾ മന്ത്രിയായി, രാമേന്ദ്രൻ നായർ, NDPയുടെ മന്ത്രി. അപ്പോൾ ഈ നായർ ഈഴവ വിഭാഗങ്ങൾക്ക് സ്വന്തം പാർട്ടി ഉണ്ടാക്കി സ്വന്തം പാർട്ടി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പം ഇവരിൽ കൂടെ കടന്നു വരാനുള്ള BJPയുടെ അവസരത്തെ കരുണാകരൻ അത് ബ്ലോക്ക് ചെയ്ത് ഇല്ലാതാക്കി. കരുണാകരൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഈ 2 പാർട്ടിയെ നശിപ്പിക്കുകയും ചെയ്തു. അത് കരുണാകരൻ്റെ വേറൊരു സംഭാവന. അപ്പോൾ ഈ സമുദായ സംഘടനകളുടെ സ്വാധീനം ശക്തമാണ്. ഗുജറാത്തിൽ അത്രയില്ല, ജാതി സംഘടനകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ജാതി ഉണ്ടെങ്കിലും തീവ്രമായ ജാതി പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. അവർ വല്ല സ്കൂൾ പണിയുക, ആശുപത്രി പണിയുക, കിട്ടുന്ന സാറന്മാരിൽ നിന്ന് കുറേ കാശുമൊക്കെ മേടിച്ച് സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. അതിനപ്പുറത്തേക്കൊരു ഇതില്ല. മറിച്ച് ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല, ജാതികൾ തമ്മിൽ കലാപമുണ്ട്. ഇവിടെ നായർ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നായർ ഈഴവർ തമ്മിലോ ഈഴവർ ഹരിജനങ്ങൾ തമ്മിലോ മറ്റേതെങ്കിലും ഗോത്രവർഗ്ഗക്കാർ തമ്മിലോ തല്ലും കുത്തും കിട്ടുമെന്നില്ല, ഉണ്ടോ? നോർത്ത് ഇന്ത്യ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യ ഒരു ഈവൻ പ്രേമം പോലും ജാതി മാറി പ്രേമിച്ചാൽ പോലും അവിടെ വലിയ കലാപം ഉണ്ടാവും, മതം മാറി ഉണ്ടായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സാമൂഹിക പശ്ചാത്തലമല്ല കേരളത്തിലുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പ്രശ്നമുണ്ട്. നവോത്ഥാനത്തിൻ്റെ കാര്യത്തിൽ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവരുടെ പ്രവർത്തനം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനയല്ല അത്. ഇവിടുത്തെ ചില സാമുദായിക സംഘടനകളുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടുള്ള പ്രവർത്തനമാണ്. പിന്നെ BJP ഒരു രാഷ്ട്രീയ കക്ഷിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി അതിനകത്ത് പല തരത്തിലുള്ള പ്രവർത്തന മേഖലകൾ വന്നു. ചിലർ മൃദു ഹിന്ദുത്വം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഹിന്ദുത്വം പറയുക. ചിലർ തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എതിർക്കണം, ഹിന്ദുക്കളെ വിമർശിക്കുന്ന മറ്റു സമുദായങ്ങളെ, അത് ക്രിസ്ത്യനായാലും വേണ്ടില്ല, മുസ്ലിം ആയാലും വേണ്ടില്ല, അവരെ എതിർക്കണം. പക്ഷേ അത് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിലും ഒരു പരിധി വരെ വിജയിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ തൽക്കാല വിജയം മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഗാന്ധിയുടെ നാടാണ്. ഗാന്ധിയൻ പൊളിറ്റിക്സിൽ നിന്ന് കോൺഗ്രസ് അകന്നു പോയപ്പോഴാണ് ഈ മതസംഘടനകൾക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റിയത്. അവർക്ക് പള്ളി ആയുധ വൈകാരികമായ ഇഷ്യൂസ് എവിടെയെങ്കിലും ഉണ്ടാക്കി അതിനെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടും. അത് ഇവിടെയൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ ഉപയോഗിച്ച മാർഗം എന്താ? പൂരം ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. പൂരത്തിൻ്റെ അവിടെ പ്രശ്നമുണ്ടായി. അപ്പോൾ ആ പൂരത്തിൻ്റെ അവിടെ പ്രശ്നം ഉണ്ടായതിൻ്റെ അർത്ഥം എന്താ? CPMകാർ പൂരം കലക്കാൻ നോക്കി. അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം സംഘടിപ്പിച്ചേക്കണം, പൂരം നടത്താൻ സുരേഷ് ഗോപിയെ സഹായിക്കണം. അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. അവിടെ ആ വോട്ടാണ്. വോട്ട് തന്നെ ആ വികാരം ഉണ്ടെങ്കിൽ ആ വോട്ട് കിട്ടുള്ളൂ. ആദ്യം ആ വികാരം ഉണ്ടാകണം. വികാരം തമ്മിത്തല്ലിൻ്റെ വികാരം. അപ്പോൾ അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിച്ചത്. അത് ഇവരുടെ BJPയുടെ വിജയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അവിടെ തിരുവനന്തപുരം ഭാഗത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷവും ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ആയിരക്കണക്കിന് ആൾക്കാരവിടെ പൊങ്കാല കത്തിക്കാൻ വരും, പൊങ്കാലിടാൻ വരും. ഇന്ന് കഴിഞ്ഞ 12 ദിവസമായി തിരുവനന്തപുരം പട്ടണത്തിൽ കുടിവെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ടാങ്കറിൽ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ തന്നെ പ്രസ്താവന മനഃപൂർവ്വം ഈ ഉത്സവത്തെ ആറ്റുകാൽ പൊങ്കാല ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നുള്ളത്. ആ വ്യാഖ്യാനം വലുതാവുകയും അതിൻ്റെ വലിയൊരു സാമൂഹിക സംഘർഷം ഉണ്ടായാലും
അതിൻ്റെ മന്ത്രി റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ ക്രിസ്ത്യാനിയാണ്. അപ്പം മനഃപൂർവ്വം ക്രിസ്ത്യൻസ് ആറ്റുകാൽ പൊങ്കാലെ നശിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് പറഞ്ഞ പ്രചരണമായിട്ട് രംഗത്ത് വന്നാലോ? അത്തരം വികാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമുദായത്തിൽ വോട്ട് കിട്ടും. അല്ലാണ്ട് വെറുതെ പറഞ്ഞാൽ കിട്ടിയല്ല. ആ വികാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ജനാധിപത്യ ശക്തികളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. ഇവിടെ അതിന് ആ റോൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ബാലൻസ്ഡാണ്. ഒരു പാർട്ടിയോടും ഒരു ജാതിയോടും പ്രത്യേക താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ഇടതുപക്ഷത്തെ പറ്റി കുഴപ്പം, ഇടതുപക്ഷത്ത് ഈഴവ മേധാവിത്വം ഭയങ്കരമായി വന്നു. എല്ലാ തരത്തിലും അവരുടെ മേധാവിത്വം മാത്രമായി ഈ പാർട്ടിക്കകത്ത്. മറ്റുള്ളവർക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിലും അഭിപ്രായം പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഈ SNDP എന്ന് പറഞ്ഞ സംഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഹൈന്ദവ വിഭാഗത്തിലെ മേജർ ഫോഴ്സ് അവരാണ്. അവർ SNDPയെ വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിട്ട് പോരാത്തടത്തോളം കാലം BJPക്ക് ഇവിടെ നോ സ്കോപ്പ്. നായന്മാരും പലതായിട്ട് ഡിവൈഡ് ചെയ്യും. കുറേ പേര് ഇതിൻ്റെ പുറകെ പോകും, കോൺഗ്രസിൻ്റെ പുറകെ പോകും, കുറേ പേര് ഇവിടെ നിൽക്കും, കുറേ പേര് കേരള കോൺഗ്രസിൻ്റെ CPMൻ്റെ പുറകെ പോകും. അത് ഡിവൈഡല്ല. മറ്റേത് ഏറെക്കുറെ 80% ഒറ്റക്കെട്ടാണ്. ആ 80% ഉള്ള ഇതിൽ 70% വോട്ടും കിട്ടുന്ന ഇടതുപക്ഷത്തിനാണ്, ഈഴവ വോട്ട്. അപ്പോൾ അതാണ് ഇടതുപക്ഷത്തിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ആ സ്ട്രെങ്ത് തകരുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. തകർന്നാൽ ഇടതുപക്ഷം ദയനീയമായി ചിലപ്പോൾ പുറകോട്ട് പോകും. അങ്ങനെ പുറകോട്ട് പോയാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടും? BJPക്ക് കിട്ടാം. കോൺഗ്രസിനായിരിക്കില്ല കിട്ടുന്നത്. കാരണം ഈഴവർ പൊതുവെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ മടിയുള്ളവരാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ ചിത്രം. അതുകൊണ്ട് BJPയുടെ പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാ പരിഗണന വെച്ചും വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് നോക്കി കൂട്ടി. ആ രംഗത്ത് BJPക്ക് 2-3 കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികളില്ല. പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ട് കെ സുരേന്ദ്രൻ പോയി എന്നാൽ കിട്ടിയില്ല. കാരണം ശോഭാ സുരേന്ദ്രന് വേറെ പ്രത്യേകമായിട്ട് വോട്ട് കിട്ടുന്നുണ്ട്. ശ്രീധരന് കിട്ടിയ വോട്ട് വേറൊരാൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ നല്ല കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായി ഇപ്പോൾ രാജഗോപാൽ അവിടെ ജയിച്ചു. ഒരു സാത്വികൻ എന്നുള്ള മട്ടിലാണ്, നല്ല മനുഷ്യൻ എന്നുള്ള മട്ടിലാണ് രാജഗോപാലിനോട് വോട്ട് കിട്ടുന്നത്. ആ വോട്ടൊക്കെ മുരളീധരൻ പോയി എന്നാൽ കിട്ടിയില്ല. അവിടെ രാജേട്ടൻ ജയിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയി മത്സരിച്ചോളാം എന്ന് പറയുമ്പോൾ അവിടെ ആ സീറ്റ് പോയി എന്നുള്ളതാണ്. BJPക്കല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്. BJPയിലെ കൊള്ളാവുന്ന മനുഷ്യർക്കാണ്. അവർക്കെതിരായി നിൽക്കുന്ന മനുഷ്യർ അതിനേക്കാൾ മോശമായിരിക്കും വേണം. അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് കിട്ടുന്ന കാര്യം ഇതാ. ശോഭാ സുരേന്ദ്രൻ പക്ഷേ ഒരു BJPയിലെ ഒരു മുരളീധരൻ എന്ന് പറയാം. മുരളീധരൻ ഇങ്ങനെ വട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സീറ്റിലേക്ക് മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റ്, അസംബ്ലി, അവസാനം ആ മനുഷ്യനെ എങ്ങും നിൽക്കാൻ മേലാൻ സ്ഥലം സ്റ്റേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ് കുറേ ആൾക്കാരുടെ താല്പര്യം. അങ്ങനെ ഓരോരോ ഇന്നർ പൊളിറ്റിക്സ് ഡയറക്റ്റായിട്ട് ഓരോ പാർട്ടിയിലെ രാഷ്ട്രീയമുണ്ട്. അതുകൂടാതെ അതിൻ്റെ അകത്തുള്ള ആന്തരിക രാഷ്ട്രീയം വേറെയുണ്ട്. അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് തൽക്കാലം ആർക്കും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം മോദി സർക്കാർ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയതുപോലെ കേരളം മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് മോഡിയുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഗുജറാത്തിൽ BJP ഒന്നുമല്ലായിരുന്ന കാലത്ത് ആദ്യം അവർ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. അഹമ്മദാബാദ് കോർപ്പറേഷനാണ് ജയിക്കുന്നത്. അഹമ്മദാബാദ് കോർപ്പറേഷൻ ജയിച്ച് അവിടുത്തെ മെച്ചപ്പെട്ട അതിനു മുമ്പ് മുഴുവൻ അഴിമതിയായിരുന്നു. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായിരുന്ന മുഴുവൻ അഴിമതി കാരണം ജനങ്ങൾ മടുത്ത് നിൽക്കുന്ന സമയത്താണ് BJP അധികാരത്തിലേക്ക് വരുന്നത്. അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ആ ഗുജറാത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണത്തിൻ്റെ മെച്ചം കൊണ്ട് മാത്രം ഗുജറാത്ത് സംസ്ഥാനം പിടിക്കാൻ അവർക്ക് പറ്റി. പിന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് 2-3 കർത്തവ്യമായിട്ട് ബന്ധപ്പെട്ട 2-3 ഗോത്ര തീവണ്ടി കേസ്, അങ്ങനെ വർഗീയ കലാപങ്ങളും ഉണ്ടാക്കി. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കുന്നതിൽ മോഡി വിജയിച്ചു. തുടക്കം അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇലക്ഷനിലെ വിജയത്തിൽ നിന്നാണ്. മോഡിയുടെ ഇവിടെ മുഖ്യമന്ത്രിയാകുന്നു, അതിനുശേഷം പ്രധാനമന്ത്രിയാകുന്നു. അങ്ങനെയാണ് അതുപോലെ കേരളത്തിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പല കാര്യങ്ങളും കേരളത്തിന് മാതൃകയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അഴിമതിയില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രവർത്തനം കാണിച്ചുകൊണ്ട് ചുറ്റുവട്ടം മുഴുവൻ പിടിക്കാം. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിയണം. ഇന്നലെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം പറഞ്ഞാൽ ഇന്നലെ മുനിസിപ്പൽ വി രാജേഷ് അവിടുത്തെ മേയർ ഒരു കാര്യം ചെയ്തു. കുടിവെള്ളം സർക്കാർ തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ടാങ്കറിൽ ഇറക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ ടാങ്കറിൽ വെള്ളം ഇറക്കാൻ തുടങ്ങി. അപ്പോൾ BJPക്ക് അവിടെ ഒരു മൈലേജ് കിട്ടുക. ആ മൈലേജ് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവരാ CPM. അതാണ് CPMഉം BJPയായിട്ട് അന്തർധാര ഉണ്ടെന്ന് പറയുന്നത്. BJPക്ക് കലാപം ഉണ്ടാക്കാനല്ല ടെൻഷൻ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ആര് സൃഷ്ടിക്കും? CPM സൃഷ്ടിക്കും. അതിൽ കയറി ഇടപെടുന്നവരാരായിരിക്കും? BJPക്കാരായിരിക്കും. അതാണ് അവിടെ ടാക്ടിക്സ് എന്ന് പറയുന്നത്. ആ ടാക്ടിക്സ് എത്രമാത്രം സക്സസ് ആകുമെന്ന് കണ്ടറിയണം. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉപയോഗിക്കാം. ഒരു വിഷയം ഒറ്റ പ്രാവശ്യം, അല്ല 2 പ്രാവശ്യത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനേ പറ്റിയില്ല. ഇനിയിപ്പോൾ കിറ്റും പറഞ്ഞുകൊണ്ടാണ് വോട്ട് കിട്ടിയത് അടുത്ത പക്ഷത്തിൽ. ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞതാണ്.
എല്ലാ കാര്യങ്ങളും അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒറ്റ പ്രാവശ്യം, ഇത് 2 പ്രാവശ്യം, അതിൽ കൂടുതൽ മിണ്ടിക്ക് പോയാൽ കിട്ടിയില്ല. ഇപ്പം ബോഫേഴ്സ് എന്ന് പറഞ്ഞ കേസുണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയുടെ അഴിമതി കേസായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ആരെങ്കിലും അറിയാമോ സംഭവം എന്നാണെന്നറിയാമോ? അവർ പ്രാവശ്യം ഉപയോഗിച്ചു, കോൺഗ്രസിനെ തൂത്തുവാരി കളയാൻ ആർക്ക് പറ്റി? ഇല്ലാതാക്കാൻ പറ്റി പ്രതിപക്ഷത്തിന്. പിന്നെയോ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണ് ഓരോ ഇത്തരം സംഭവങ്ങൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും. ആ തകരാറുകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അത് പരിഹരിക്കണമെങ്കിൽ ഇവിടെ പിന്നെ രണ്ടാമത്തെ കാര്യം, ബി ജെ പിയുടെ ഏറ്റവും വലിയ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം എങ്ങനെയാണെന്നറിയില്ല, നല്ല സ്ട്രോങ് ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അഴിമതി ആരോപണത്തിൽ പെട്ടാൽ, ഇപ്പം സുരേന്ദ്രനോ സുരേഷോ ഒരു പ്രധാനപ്പെട്ട അഴിമതി ആരോപണത്തിൽ പെടുക, അതിൻ്റെ റെക്കോർഡെല്ലാം പിണറായി വിജയൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇവർക്ക് എതിർക്കാൻ പറ്റിയല്ലോ. പിണറായി വിജയൻ പറയുന്നിടത്ത് എല്ലാവരും നിന്ന് കൊടുക്കേണ്ടി വരും. ആ അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മോഡിയുടെ അടുത്ത് പിണറായി വിജയന് നിന്ന് കൊടുക്കേണ്ടി വരും. പല ഇവിടുത്തെ അഴിമതിയെല്ലാം മോഡിക്കറിയാം. മോഡി ഏത് സമയത്തും കുരുക്ക് മുറുക്കുമെന്നറിയാം. അതുകൊണ്ട് ഏകമാർഗം മോഡിയായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് എത്തുക. അപ്പോൾ അതിന് പോകുന്നതുകൊണ്ട് പാർട്ടി ഇവിടെ 2 പാർട്ടിയും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് 10 വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് അഴിമതി ആരോപണമൊന്നും കോൺഗ്രസ് നേക്കാൻ വേണ്ടി വന്നിട്ടില്ല. കാരണം അഴിമതി ചെയ്യാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് ആ സംഭവമാണ് ബി ജെ പിക്ക് വളരാൻ ചെറിയൊരു ചാൻസ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചാൻസ് കോൺഗ്രസിനുണ്ട്.